ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി ശരത്തിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ ഈ രാത്രിയായ കാരണം ഞാൻ അവിടേക്ക് വരുന്നില്ല. മോനോട് ഈ ചതി ചെയ്തത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ശരത്ത് ഇരുട്ടും വിശാലും കൂടി ചേർന്നാണ് എന്നെ ഉപദ്രവിച്ചത്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, അല്ല അവർക്ക് എന്താ നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? എന്നോട് ദേഷ്യം അത് ദേവികയ്ക്ക് വേണ്ടിയാണ്. വിശാലും നിരഞ്ജനും നല്ല ബന്ധമല്ലേ ഇപ്പോൾ ഉള്ളത്? വിശാലും നിരഞ്ജനും സിദ്ധുവും ദേവികയൊക്കെ ഇപ്പോൾ ഒരു കെട്ടല്ലേ അമ്മേ? അവൾക്ക് വേണ്ടിയാണ് അവരെന്നെ ഉപദ്രവിച്ചത്. അങ്ങനെയാണോ? അവൾ ഇത്ര ഗതിയാണോ? അപ്പോൾ ശരത്ത് പറഞ്ഞു, എന്തായാലും അമ്മ ഇതൊന്നും അറിഞ്ഞ ഭാവം ദേവികയോട് കാണിക്കണ്ട. എന്നോട് ചെയ്തതിനുള്ളത് ഞാൻ അവൾക്ക് കൊടുത്തോളാം. അറിഞ്ഞ ഭാവം നടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ ശരത്ത് പറഞ്ഞ ആ വാക്കുകളെല്ലാം തന്നെ പാർവതി കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. അപ്പോൾ ശരത്ത് പാർവതിയോട് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ദേവികയോട് ഇതൊന്നും പറയണ്ട, ഞാൻ അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. അങ്ങനെ പാർവതി നേരെ ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശിയും ഒപ്പം ഉണ്ട്. എന്നിട്ട് ദേവികയോട് പറയണേ, ആരാടി ഇത് ചെയ്തത്? അപ്പോൾ എനിക്കറിയില്ല, അവന് ആക്സിഡൻറ്റ് പറ്റിയത് എങ്ങനെയെന്ന് എന്നോട് എങ്ങനെ ചോദിച്ച്? നിനക്കറിയില്ലടി, നിനക്കറിയാവുന്നവർ തന്നെയല്ലേ അവനെ ഉപദ്രവിച്ചത്, അല്ലാതെ അവന് ആക്സിഡൻറ്റ് സംഭവിച്ചതൊന്നുമല്ല. ആണോ? അത് ശരി, വെരി ഗുഡ് അമ്മേ. നീ എന്താടി പരിഹസിക്കുകയാണ്? ഞാൻ പരിഹസിച്ചതല്ലേ അമ്മേ. അവൻ്റെ കയ്യിലിരിപ്പിന് അവന് ഇത് തന്നെയാണ് വേണ്ടത്. ചെയ്ത ക്രൂരതകൾക്കെല്ലാം തന്നെ അവന് തിരിച്ചടി കിട്ടിക്കോളും. അത് കൈക്ക് എല്ല് ബലമുള്ളവർ തിരിച്ചു കൊടുത്തോളും. ഇത് തന്നെയാണ് വേണ്ടത്. അത് കേട്ടപ്പോൾ പാർവതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവനോട് ഈ ചതി ചെയ്തതിന് അവർക്ക് കണക്കിന് കിട്ടിക്കോളും. അവരോട് പകരം ചോദിച്ചിരിക്കും. ആര്? അമ്മയാണോ ചോദിക്കാൻ പോകുന്നത്, അതോ അവനാണോ? അവന് എന്നോട് തന്നെ മുട്ടാൻ വയ്യ, എന്നിട്ടല്ലേ ഇനിയിപ്പോൾ മറ്റുള്ളവരോട് കോർക്കാൻ പോകുന്നത്. ഇനിയും അവൻ ഇതുപോലെ ചെന്നാലേ അവൻ്റെ എല്ലിൻ്റെ എണ്ണം കൂടും, പല്ലിൻ്റെ എണ്ണം കുറയും. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെ അവന് തിരിച്ചടി കിട്ടാതിരിക്കുമെന്നാണോ അമ്മ കരുതിയത്? പിന്നെ അമ്മ ഇപ്പോൾ ഈ പറയുന്നുണ്ടല്ലോ, അവന് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്, അതിന് അവന് തിരിച്ചടി കിട്ടിക്കോളും, അതും അവന് കാശിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ പാർവതിയും മുത്തശ്ശിയും വിശ്വസിക്കുന്നില്ല. ഇവിടെ പോലീസും നിയമവും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതിലൊന്നും എനിക്കിപ്പോൾ ഒരു വിശ്വാസവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവനിങ്ങനെ ആ ശരത്ത് ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇങ്ങനെ നെളിഞ്ഞു നടക്കില്ലല്ലോ. എത്ര പേരെയാണ് അവൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളത്. അവനുള്ളത് എന്തായാലും കിട്ടിയിരിക്കും. അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ്. അവനെ പോലെ വൃത്തികെട്ടവൻ ഈ ലോകത്ത് മറ്റാരുമില്ല. അവൻ ചെയ്തു കൂട്ടിയതിനുള്ളത് അവൻ ഉറപ്പായും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവിക പോകുന്നത്. അപ്പോൾ ദേവികയുടെ ആ സംസാരവും ശരത്തിനെ കുറ്റപ്പെടുത്തിയതൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ പാർവതിക്കും മുത്തശ്ശിക്കും ദേഷ്യം പിടിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് സിദ്ധുവിൻ്റെ അടുത്തേക്ക് അച്ഛനും രംഗനും വരികയാണ്. എന്താ മോനെ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛാ, എനിക്കറിയാം അവളെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റുന്നില്ല അല്ലേ, അതിനുള്ള കാരണം കിട്ടുന്നില്ല അല്ലേ? അതിനുള്ള കാരണം അച്ഛാ, ആ വിഷ്ണുവുമായിട്ടുള്ള ബന്ധം അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് രംഗൻ ചോദിക്കുമ്പോൾ, അപ്പോൾ സിദ്ധു പറയണ അത് മതി, പക്ഷേ ഒരു സ്ത്രീയല്ലേ, കോടതിയിൽ വെച്ച് അവളെ നാണം കെടുത്തുന്നത് ശരിയല്ലല്ലോ. പിന്നെ എനിക്കും അതൊരു നാണക്കേടാണ്. അത് തന്നെ തക്കതായ ഒരു കാരണം കിട്ടണം, എങ്കിൽ മാത്രമാണ് അവളെ എൻ്റെ തലയിൽ നിന്നും ഒഴിപ്പിക്കാൻ പറ്റൂ. അവളെ താലി കെട്ടണ്ട എന്നൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അന്ന് ദേവിക ഇറങ്ങിപ്പോയ സമയത്ത് എനിക്കും ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു, എങ്കിൽ പിന്നെ ഇവളെ എനിക്ക് താലി കെട്ടേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അച്ഛനും രംഗനും പറയണ കാര്യത്തിൽ തെറ്റ് ഞങ്ങൾക്കും സംഭവിച്ചു. അവളെ ഇത്രയ്ക്ക് ഒരു വൃത്തികെട്ടവളാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ സിദ്ധു പറയണ, അവളുടെ കഴുത്തിൽ അന്ന് താലി കെട്ടി അന്ന് മുതൽ ഇന്ന് വരെയും സ്വസ്ഥതയും സമാധാനവും ഞാൻ അറിഞ്ഞിട്ടില്ല. നല്ലതുപോലെ ഉറങ്ങിയിട്ട് എത്ര നാളായി, നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. അപ്പോൾ അച്ഛൻ പറയണ, സിദ്ധു നീ വിഷമിക്കല്ലേ മോനെ, അവളെ ഒഴിവാക്കാനുള്ള തക്കതായ കാരണം നിനക്ക് ലഭിക്കും. അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥന ഈശ്വരൻ എന്തായാലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛനും രംഗനും ഒക്കെ സിദ്ധുവിനെ ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് സ്വാമി ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശരത്ത് വിശാലിനെ അടിച്ച കാര്യം പറയുകയാണ്. അപ്പോൾ ജയശങ്കർ പറയണ, അതിന് ഞാനും വിശാലും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ, എനിക്കതിനെക്കുറിച്ചൊന്നും കേൾക്കണ്ട. അത് മാത്രമല്ല സാർ, വിശാലും സാറും തമ്മിൽ ബന്ധമില്ലെങ്കിലും ഇവിടെ വിശാലുമായി ബന്ധമുള്ളവരുണ്ടല്ലോ, ആ നിരഞ്ജൻ സാറ്. ശരത്താണെങ്കിലോ ആരാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഞാൻ വിചാരിച്ചത് ശരത്ത് ഇന്ന് തന്നെ അവരെ തിരിച്ചടിക്കുമെന്നാണ്, പക്ഷേ അവൻ അതിനുള്ള സെറ്റപ്പും ഉള്ളതാണ്. പക്ഷേ അവനത് ചെയ്തില്ല, അവൻ നേരെ കേസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കേസ് അന്വേഷണം ഇവിടേക്ക് പോലും വരാൻ സാധ്യതയുണ്ട്. ഇവിടേക്ക് എന്തിനാ വരുന്നത്? അല്ല, നിരഞ്ജൻ സാറ് വിശാലിൻ്റെ ഉപകാരനായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതുകൂടി ആകുമ്പോൾ സാറിനത് നാണക്കേടല്ലേ? നാണക്കേടൊന്നും ഞാൻ നോക്കുന്നില്ല സ്വാമി, എനിക്കിപ്പോൾ അതൊന്നുമല്ല, അവർക്കാർക്കും ഒന്നും വരരുത്, അത് മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളൂ പറഞ്ഞിട്ടാണ് സ്വാമിയെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സ്വാമി വന്ന് എരിപിരി കയറ്റാൻ വേണ്ടി നോക്കിയത് ജയശങ്കർ തണുത്ത മട്ടിലാണ് എടുക്കുന്നത്. പാർവതി ധൃതി പിടിച്ചോണ്ട് ശരത്തിനെ
ശരത്തിൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ദേവിക അവിടേക്ക് വരികയാണ്. അമ്മ ആശുപത്രിയിലേക്ക് ആവുമല്ലേ? അതേടി, നിനക്കെന്താ? അല്ല, അമ്മയെ പോലെയുള്ളവർ കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകൾ, ശരത്തിനെ പോലെയുള്ള ക്രിമിനലുകൾ വളർന്നു വരുന്നത്. അമ്മ ആദ്യം ഒന്നും മനസ്സിലാക്കി, നീ കൂടുതലൊന്നും പറയണ്ടേടി. നീയും നിന്റെ ആളുകളും കൂടി തന്നെയാണ് ശരത്തിനെ ഉപദ്രവിച്ചത് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. അമ്മ എന്താ ഈ പറയുന്നത്? സിദ്ധു നിന്റെ ആളല്ലേ? ആ വക്കീലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ശരത്ത് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. മറ്റ് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല. അവനെ ഈ വീട്ടിലേക്ക് കയറ്റരുത്, അവനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം. അതാണ് ചെയ്യേണ്ടത്. ആദ്യം നിന്നെയാടി പുറത്താക്കേണ്ടത്. നിന്നെ അന്ന് തന്നെ ഞാൻ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ വീടിപ്പോൾ എൻ്റെ പേരിലിരുന്നേനെ. അപ്പോൾ ദേവിക പറയണ, അതിന് എനിക്ക് ഈ സ്വത്തും എൻ്റെ പേരിൽ ഈ വീടും ഒന്നും വേണ്ട, അതെല്ലാം ഞാൻ തിരിച്ചെഴുതി തന്നോളാം. പക്ഷേ നിങ്ങൾ ആദ്യം ശരത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കൂടുതലൊന്നും പറയണ്ട. എൻ്റെ നിത്യമോളെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണ് ശരത്ത്. നീ എന്ത് തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയെ കുറ്റപ്പെടുത്തിയ ശേഷം പാർവതി അവിടെ നിന്നും ഏറെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തോടു കൂടിയാണ് ദേവിക നിൽക്കുന്നത്. ശരത്ത് ആരാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് എല്ലാവരും അറിയും. അന്ന് അമ്മയ്ക്ക് മനസ്സിലാവും ഞാനാണ് ശരി എന്നുള്ളത്. അതുവരെ കാത്തിരിക്കാം എന്നുള്ള ഭാവത്തിലാണ് ദേവിക നിൽക്കുന്നത്. പിന്നീട് ജയശങ്കറും സ്വാമിയും അഞ്ജനയോട് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നിരഞ്ജനും അക്ഷരയൊക്കെ വരികയാണ്. അപ്പോൾ അർത്ഥം വെച്ചുകൊണ്ടാണ് ജയശങ്കർ സംസാരിക്കുന്നത്. നിന്റെ മകൻ കാരണം ഇനിയിപ്പോൾ നിരഞ്ജൻ പോലും അകത്താവാനാണ് സാധ്യത. ശരത്തിനെ അടിച്ചതിന് അവൻ കേസാണ് കൊടുത്തിട്ടുള്ളത്. നിന്റെ മകന് കുക്കിംഗ് ഒക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ജയിലിൽ പോയി പാചകമൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് ഏട്ടൻ പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ മകനും ആ ഇരുട്ടും കൂടി ചേർന്ന് ശരത്തിനെ അടിച്ചതിന് കേസ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ മകനെ അറസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ കൂട്ടുപ്രതിയായി നിരഞ്ജനെ കൂടി അറസ്റ്റ് ചെയ്യുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിരഞ്ജൻ കേട്ടുകൊണ്ട് വന്നപ്പോൾ നിരഞ്ജൻ പറയണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നീ വിശാലിൻ്റെ കൂടെ നടക്കുന്നവനല്ലേ? അപ്പോൾ നിനക്കും ഇനി അതിൽ കേസിൽ പങ്കാളിയാവാം. നീ കണ്ടോ? അപ്പോൾ ഇല്ല സാർ, എനിക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു പ്രശ്നവും വരില്ല. അപ്പോൾ ജയശങ്കർ പറയാണ്, അതിന് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ വിശാലുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ. എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ലല്ലോ. ഇനി അനുഭവിക്കുമ്പോൾ പഠിച്ചോളും എന്ന് പറഞ്ഞ് ജയശങ്കറും സ്വാമിയെ അകത്ത് പോവാട്ടോ. അപ്പോൾ അക്ഷര ചോദിക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ വല്ല പ്രശ്നവും ആകുമോ? എന്ത് പ്രശ്നം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അല്ല, ആ തങ്കച്ചി എങ്ങാനും ശരത്തിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് മൊഴി കൊടുപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എനിക്കങ്ങനെ ഒരു പേടിയുമില്ല. കാഞ്ചന പറയണ, അല്ല നിരഞ്ജ, നമുക്കൊന്ന് മുൻകരുതലെടുത്താൽ ഒരു മുൻകരുതലിൻ്റെ ആവശ്യമില്ല. കേസ് എടുക്കുമ്പോഴല്ലേ കേസ് ഏത് വഴിക്കാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നിരഞ്ജ പോവാണ്. പിന്നീട് കാഞ്ചന വിശാലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മോനിപ്പോൾ എവിടെയാണ്? എനിക്കിപ്പോൾ നിന്നെ കാണണം. നിനക്കെതിരെ എന്താ പോലീസ് കേസൊക്കെ കൊടുത്തു ശരത്ത്, നീ എന്തിനാണ് ഇങ്ങനെ ഇതിനൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയോട് ആരാണ് ഈ കള്ളം പറഞ്ഞത്? ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. നീതി കണ്ടാൽ പ്രതികരിക്കുമെന്നുള്ളത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ ഞാനിപ്പോൾ ശരത്തിനെ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല. എനിക്കിപ്പോൾ നിന്നെ ഒന്ന് കാണണം. ഞാൻ അവിടേക്ക് വരാം അമ്മേ. അല്ല, നീ ഇവിടേക്കൊന്നും വരണ്ട. നിന്നെ ഇനി പോലീസ് കണ്ടാൽ നിന്നെ അറസ്റ്റ് ചെയ്താലോ? നീ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ നിന്നാൽ മതി. ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നോളാം. അതൊന്നും വേണ്ട, അമ്മയ്ക്കിപ്പോൾ എന്നെ കാണണം, അത്രയല്ലേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ അമ്മയെ കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞ് കാഞ്ചനയെ ആശ്വസിപ്പിച്ച ശേഷമാണ് വിശാൽ ഫോൺ വയ്ക്കുന്നത്. പിന്നീട് വിഷ്ണുവും ചന്ദ്രയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയണ, സിദ്ധു ഡിവോഴ്സിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അല്ല, എന്താ നിന്റെ തീരുമാനം? അത് ചോദിക്കാനാണ് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നത്. നീ എന്തായാലും ഡിവോഴ്സിന് സമ്മതിക്കില്ല എന്ന് തന്നെ പറയണം. ദേവികയുമൊത്ത് ജീവിക്കാനാണ് സിദ്ധു ഡിവോഴ്സ് വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ നീ എന്തവർ പറഞ്ഞാലും നീ അത് സമ്മതിക്കരുത്. അവസാനം അവർക്ക് നീ സമാധാനപരമായി ഇറങ്ങിപ്പോവാൻ വേണ്ടി നീ ചോദിച്ചത് അവർ തരും. അങ്ങനെയാകുമ്പോൾ നീ ഒരു 2 കോടി രൂപ ചോദിച്ചേക്ക്, അല്ലെങ്കിൽ വേണ്ട ഒരു 3 കോടി രൂപ ചോദിച്ചേക്ക്. എന്നിട്ട് നമുക്ക് 50-50 ആക്കാം എന്ന് പറയുമ്പോൾ ഇല്ല, 60% എനിക്ക് വേണമെന്ന് ചന്ദ്ര പറയുമ്പോൾ വിഷ്ണു, അങ്ങനെയാകുമ്പോൾ 40% എനിക്കോ? അത് പറ്റില്ല. ഞാൻ അവരോട് എല്ലാ സത്യവും പോയി പറഞ്ഞാലേ എനിക്ക് അവിടെ നിന്ന് ഒരു 100 രൂപ പോലും കിട്ടില്ല. അത് വേണോ? ഇല്ല, എന്നാൽ നമുക്ക് വഴക്കിടണ്ട. നമുക്ക് 2 പേർക്കും പകുതിയായി പങ്കിട്ടെടുക്കാം. പക്ഷേ 2 കോടിയും 3 കോടിയും ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരു 1.5 കോടിയെങ്കിലും തരുമായിരിക്കും. അതും
വാങ്ങി നമുക്ക് പകുതിയാക്കി മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൈ കൊടുത്ത് അവിടെ നിന്ന് പിരിയുന്നത്. പിന്നീട് ശരത്തിൻ്റെ അടുത്തേക്ക് പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി ആരാണ് നിന്നെ ഉപദ്രവിച്ചത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. കാര്യങ്ങളൊക്കെ ശരത്തിനോട് പോലീസ് ചോദിക്കുമ്പോൾ എന്നെ ഉപദ്രവിച്ചത് വിശാലും ഇരുട്ടും കൂടി ചേർന്നാണ്. എന്തിനാണാവോ ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ ഉപദ്രവിക്കാൻ? നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊരു സ്ഥലം വരെ പോയി വരുന്ന സമയത്താണ് എന്നെ പ്രതീക്ഷിക്കാതെ അവർ ആക്രമിച്ചത്. അങ്ങനെ ഒരാളെ വെറുതെ അങ്ങ് ആക്രമിക്കുകയൊന്നുമില്ലല്ലോ. ഇല്ല സാറേ, ഞാൻ അവരോട് ഒന്നും ചെയ്തിട്ടില്ല. അവർ വെറുതെ എന്നെ ആക്രമിച്ചതാണ്. എന്നെ കൊല്ലാനായിരുന്നു അവരുടെ ശ്രമം. അവർക്കെതിരെ സാറ് കേസെടുക്കണം, അതും വധശ്രമത്തിനുള്ള കേസെടുക്കണം. ഏത് കേസെടുക്കണം എന്നുള്ളതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ഇപ്പോൾ ഈ തന്ന പരാതി ഉണ്ടല്ലോ, ഇത് വ്യാജമാണെന്നുണ്ടെങ്കിൽ നിന്നെയാവും ഞങ്ങൾ പഞ്ഞിക്കിടാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് സാറേ ഞാൻ വ്യാജ പരാതിയൊക്കെ തരുന്നത്? എന്നെ കണ്ടില്ലേ? എൻ്റെ ഈ കിടപ്പ് കണ്ടില്ലേ? എന്നെ ഉപദ്രവിച്ചത് തന്നെയാണ്. ഞാനൊന്നും മൊഴി മാറ്റി നാളെ പറയില്ല. അങ്ങനെ പോലീസ് അവിടെ നിന്ന് പോവാണ് വിശാലിനെയും ഇരുട്ടിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശരത്ത് കിടക്കുന്നത്.